ഞാൻ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ തമാശയാണിത്. ആദ്യത്തെ തമാശ 14 പ്രാവശ്യം റിക്കവറി നടത്താൻ പോയിട്ട് ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ സർക്കാർ വന്നതിൻ്റെ പിറ്റേ ദിവസം റിക്കവറി എറണാകുളത്തെ ഭൂമിയിൽ നടത്തിയപ്പോൾ അതിന് സമരം ചെയ്യാൻ പോയ മന്ത്രിമാരുടേതായിരുന്ന ആദ്യത്തെ തമാശ. ഇത് കേർട്ടസി കോളാണ്. എനിക്ക് മുൻപുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഖ്യമന്ത്രിമാരും അവരുടെ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ അവിടെ ആരാണ് പ്രധാനമന്ത്രിയെങ്കിലും പ്രധാനപ്പെട്ട മന്ത്രിമാരെ പോയി കാണുന്നത് കേർട്ടസി കോളാണ്. ഞാനും അത് ചെയ്തു. 2 പ്രാവശ്യവും മുൻ മുഖ്യമന്ത്രി അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമയത്ത് ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞാണ്, നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ ഇത് കേട്ടിട്ട്? നിങ്ങളൊന്ന് ആലോചിക്കും. നരേന്ദ്രമോദി ആദ്യമായിട്ട് കണ്ട് മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പോയപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പിണറായി വിജയൻ ഇതൊന്നും പറയില്ല കേട്ടോ. അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു റേറ്റിംഗ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. അദ്ദേഹം ഒന്നും പറയില്ല. പക്ഷെ നല്ലതാണിത്. എന്താണെന്നറിയാം, ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ അയഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്. തമാശ പറയാൻ തുടങ്ങിയല്ലോ. എന്താണ് നടക്കുന്നത് കേരളത്തിൽ? നരേന്ദ്രമോദിയെ കണ്ട് അങ്ങനെയൊന്നും അദ്ദേഹം പറയില്ല. അങ്ങനെയൊന്നും പറയില്ല. അതൊക്കെ എല്ലാവരും കാണും. പ്രധാനപ്പെട്ട ആളുകളെ, പ്രത്യേകിച്ച് ഹോം മിനിസ്റ്ററെ കാണണം. കാരണം നാട്ടിലെ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. രണ്ടു ദിവസം അവധിയല്ലായിരുന്നു. പിന്നെ ഒരു ഞായറാഴ്ച, ആകെ ഒരാഴ്ചയിൽ വന്നിട്ട് അതിനിടയിൽ ഒരു ഞായറാഴ്ച പോയി, പിന്നെ 2 ദിവസം അവധിയും പോയി. ഒന്ന് നിൽക്കട്ടെ, അതൊക്കെ ഞാൻ നിങ്ങളോട് മറുപടി പറഞ്ഞല്ലോ. അതൊക്കെ പരിശോധിച്ച് വേണ്ട നടപടികൾ ഉചിതമായ സമയത്ത് സ്വീകരിക്കും. എന്നും അങ്ങനെ അനാവശ്യമായ കാലതാമസം ഒരു കാര്യത്തിലുണ്ടാവില്ല. അല്ലല്ല, അതൊക്കെ നമ്മളല്ലേ, ചീഫ് സെക്രട്ടറി അല്ലല്ലോ കേരളം ഭരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തിരഞ്ഞെടുത്തത്. ചീഫ് സെക്രട്ടറി അല്ലല്ലോ, ഞങ്ങളെയല്ലേ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞങ്ങളല്ലേ തീരുമാനങ്ങൾ എടുക്കണം. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാണ് അദ്ദേഹം അടക്കമുള്ള ജോലി. അദ്ദേഹം അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.